ശ്രീവിദ്യ മുല്ലച്ചേരിയും രാഹുൽ രാമചന്ദ്രനും വിവാഹിതരായിട്ട് 8 മാസമായിരിക്കുകയാണ്. ബ്ലോഗിലൂടെയായി ജീവിത വിശേഷങ്ങളും ഇവർ പങ്കുവെക്കാറുണ്ട്. നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി എത്തിയിരിക്കുകയാണ് ഇരുവരും. ഇപ്പോൾ കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. നേരത്തെയാണെങ്കിൽ 10 മണിയാവുമ്പോൾ വീട്ടിൽ നിന്നും കോൾ വരും. ആ സമയത്ത് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ വിളിച്ചിട്ടുണ്ടാവും, എടുക്കാൻ പറ്റില്ല എന്നത് മനസ്സിലുണ്ടാവും. ഇപ്പോൾ വീട്ടുകാർ അത് കംപ്ലീറ്റ്ലി വിട്ടു. നന്ദുവിനാണെങ്കിൽ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ മനസ്സിലാവും ഷൂട്ടിലാണെന്ന്. വർക്ക് ചെയ്യാൻ കുറേ കൂടി സ്പേസ് കിട്ടിയെന്നായിരുന്നു ശ്രീവിദ്യ പറഞ്ഞത്. എനിക്ക് കുറച്ചുകൂടി ബാധ്യത കൂടി, ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങി. കുറേ കൂടി ഉത്തരവാദിത്തമുള്ള ആളായി മാറി. ലൈഫിലേക്ക് കുറേ ആളുകൾ കൂടി വന്നു. കുടുംബനാഥനായി മാറി. അതാണ് യഥാർത്ഥത്തിൽ വന്ന മാറ്റം. ചിന്നു എന്നത് വലിയ മാറ്റമായിട്ടില്ല. 8 വർഷം പ്രണയിച്ചതല്ലേ. ഈ ഒരു ലൈഫ് നന്നായി എൻജോയ് ചെയ്ത് തുടങ്ങി. എനിക്ക് വേണ്ടി ഒരാളുണ്ട്. ഇത്രയും നാളും അമ്മയും അച്ഛനും നോക്കിയതുപോലെയല്ല, മൂന്നാമതൊരാളെ കൂടി നോക്കാനുണ്ട്. അത് മനോഹരമാണെന്നായിരുന്നു രാഹുലിൻ്റെ റിപ്ലൈ. എനിക്കിതിനും മാത്രം മാറ്റമോ പക്വതയോ വന്നിട്ടില്ലെന്ന് ശ്രീവിദ്യ പറഞ്ഞപ്പോൾ നീ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്നായിരുന്നു രാഹുലിൻ്റെ മറുപടി. ബേബി പ്ലാനിങ്ങിനെക്കുറിച്ച് വീട്ടുകാരോ ഫ്രണ്ട്സോ അധികം ചോദിച്ചിട്ടില്ല. നാട്ടുകാരാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ആയാൽ അറിയിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രേമിക്കുന്ന സമയത്ത് എന്നാണ് എൻഗേജ്മെൻ്റ് എന്ന് ചോദിക്കുന്നു. അതിനുശേഷം കല്യാണം, പിന്നെ വിശേഷം. കൊച്ചായില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. സീരിയസ് ആയിട്ട് അതേക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. ഈ ഒരു ബേബിയെ തന്നെ നോക്കാൻ സമയമില്ല. പിന്നെയാണ് വേറൊരു ബേബി. പിന്നെ ഇതൊക്കെ ദൈവം തരുന്നതും കൂടിയല്ലേ എന്നായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം. അടുത്തിടെ തുടങ്ങിയ ബിസിനസ്സിനെ കുറിച്ചും ഇരുവരും സംസാരിച്ചിരുന്നു. കാസർഗോഡും തിരുവനന്തപുരത്തുമായാണ് തുടങ്ങിയത്. ഫുഡും വസ്ത്രവും എന്നത് ബേസിക്കായിട്ടുള്ള കാര്യമാണല്ലോ. അതാണ് അതിലേക്ക് തന്നെ തിരിഞ്ഞത്. അവസരം വന്നപ്പോൾ അതങ്ങ് തുടങ്ങി. നന്ദുവിന് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് പഠിച്ചത്. ഹോട്ടൽ തുടങ്ങണമെന്ന് നേരത്തെയുണ്ടായിരുന്നു. എനിക്ക് ഡ്രസ്സുകൾ ഭയങ്കര ക്രൈസാണ്. അങ്ങനെയാണ് ഇങ്ങനെ എത്തുന്നത്. അതിൽ നിരാശയൊന്നുമില്ല. പെട്ടെന്നെടുത്ത തീരുമാനമാണെങ്കിലും സക്സസ് ആയി പോകുന്നു എന്ന് ശ്രീവിദ്യയും പറഞ്ഞു.